3 ദിവസം തികഞ്ഞിട്ടില്ല ഒരു പിഞ്ചു കുഞ്ഞിനെ എറിഞ്ഞുകൊന്നതിന് പിന്നിലുള്ള സംഭവം. കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ 23 വയസ്സുകാരി പെൺകുട്ടി പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ റോഡിലേക്ക് ഇടുകയായിരുന്നു. കൊറിയർ കവറിൽ പൊതിഞ്ഞ രൂപത്തിലുള്ള ഈ കുഞ്ഞിനെ കണ്ട് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും നാളും ഗർഭം വെളിയിൽ പറയാതെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന യുവതിയാണ് അതിരാവിലെ പ്രസവിച്ചതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞിന്റെ വായിൽ തുണി തിരികിയതിനു ശേഷം കൊറിയർ കവറിൽ താഴേക്കിട്ടതെന്ന്. അത് തെളിഞ്ഞ തീരും മുമ്പ് തന്നെ അടുത്ത കേസിതാ. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞേ മതിയാകൂ. എന്നാൽ ആ കേസിൽ ചില നിർണായക കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഹോസ്റ്റൽ ശുചിമുറിയിൽ പ്രസവിച്ച ഒരു യുവതി, അതും എറണാകുളത്ത് തന്നെയാണ് സംഭവം. ഏറെ നാളായി ഹോസ്റ്റലിൽ 6 പെൺകുട്ടികൾ താമസിക്കുകയായിരുന്നു. എന്നാൽ ബാക്കിയുള്ള 5 കുട്ടികൾക്കും ഇവൾ ഗർഭിണിയായിരുന്നെന്ന് അറിയില്ലായിരുന്നു. പലപ്പോഴും അസ്വസ്ഥതകൾ കാണിച്ചപ്പോഴും ഗർഭിണിയാണെന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചപ്പോഴും അങ്ങോട്ട് ചോദിക്കുമ്പോഴും ഇല്ല എന്നും ഇതൊക്കെ ഗ്യാസിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് കൂട്ടുകാരെ മാറ്റി നിൽക്കുകയായിരുന്നു. വളരെയധികം പ്ലാൻഡായി നടത്തിയ സംഭവമാണെന്ന് പറയാം. എറണാകുളത്ത് ഹോസ്റ്റലിൽ ശുചിമുറിയിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ യുവതിയെ വിവാഹം കഴിക്കാനും കുഞ്ഞിനെ ഏറ്റെടുക്കാനും തയ്യാറാണെന്ന് കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നു. ഹോസ്റ്റലിൽ പ്രസവിച്ച സംഭവത്തിന് പിന്നാലെ 2 പേരുടെയും വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. തുടർന്നാണ് യുവാവ് വിവാഹ സന്നദ്ധത അറിയിച്ചത്. ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ കൊല്ലം സ്വദേശിയായ യുവാവിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇരുവരും തമ്മിലുള്ള അടുപ്പം ഇവരുടെ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. യുവാവ് സന്നദ്ധ അറിയിച്ചതോടെ വീട്ടുകാരും വിവാഹത്തെ എതിർത്തില്ല. ആശുപത്രിയിൽ നിന്ന് യുവതിയെ വിട്ടയച്ചാൽ ഉടൻ വിവാഹം നടത്താമെന്ന് വീട്ടുകാരും പോലീസിനെ അറിയിച്ചു. ഞായറാഴ്ചയാണ് എറണാകുളം കല്ലൂരിലെ നഗരമധ്യത്തിലുള്ള ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചത്. യുവതിയുടെ കൂട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അമ്മയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിൽ മാറ്റുകയായിരുന്നു. കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ജനിച്ചപ്പോൾ 2.5 കിലോയുള്ള ഒരു ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിനെയാണ് ആ പെൺകുട്ടി ജന്മം നൽകിയത്. 6 പേരടങ്ങുന്ന മുറിയിലാണ് യുവതി താമസിച്ചിരുന്നത്. യുവതിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ട് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഞായറാഴ്ച രാവിലെയോടെ ശൗചാലയത്തിൽ കയറിയ യുവതി ഏറെ നേരം ശേഷം പുറത്തിറങ്ങാതായതോടെ സുഹൃത്തുക്കൾ വാതിൽ തട്ടി വിളിക്കുകയായിരുന്നു. ഒരു വിധത്തിലും ഈ യുവതി വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. തുറക്കാതായതോടെ 6 പേരും ഒരുമിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് നവജാത ശിശുവിനെ പ്രസവിച്ചതിനു ശേഷം യുവതി കയ്യിലെടുത്ത് നിൽക്കുന്ന കാഴ്ച അവർ കണ്ടത്. അപ്പോൾ തന്നെ ആ സമയത്ത് അവരുടെ ബുദ്ധിയും അവരുടെ ചിന്തയും അങ്ങനെ പോയതുകൊണ്ട് പോലീസിനെ വിളിക്കുകയും അവിടെ പോലീസ് എത്തുകയും അമ്മയും കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ പോലീസിന് വിവരം അറിയിച്ചതുകൊണ്ടാണ് അങ്ങനെ ആൺകുഞ്ഞിനെയും അമ്മയും സുരക്ഷിതമായി ലഭിച്ചതെന്നും ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നതെന്നും പറയുന്നു. ആൺ സുഹൃത്തിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നും ഏറെ നാളായി ഇവർ പ്രണയത്തിലാണെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും അന്വേഷിച്ച് രംഗത്തെത്തിയത്. ഹോസ്റ്റൽ ശുചിമുറിയിൽ പ്രസവം നടത്തുക എന്നത് തീർത്തും വൃത്തിഹീനമായ കാര്യമാണ്. അമ്മയെക്കാളും കുഞ്ഞിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഹൈജീൻ കൂടി അത് ബാധിക്കും. ഇൻഫെക്ഷനുകൾ ഉണ്ടാകും. പനമ്പള്ളി നഗറിലെയും സമാനമായ കേസിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണവും പ്രധാനമായുള്ളത് ഇതാണെന്ന് പറയാം. ശുചിമുറിയിലെ പ്രസവം ഏറെ കഠിനമായ ഒന്ന് തന്നെയാണ്. വളരെയധികം സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവം ഇങ്ങനെ അനാസ്ഥ കാരണം ചെയ്യുമ്പോൾ അത് അമ്മയ്ക്കും കുഞ്ഞിനും തന്നെ ദോഷമുണ്ടാകുന്നു.